രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓക്കെ സ്റ്റുഡൻസ്, ബെല്ലടിച്ചു. അപ്പോൾ ബാക്കി നാളെ പഠിക്കാം. ദിവ്യ മിസ് തന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പറഞ്ഞു. ഓക്കെ മിസ്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. സെന്റ് തെരേസാസ് കോളേജിലെ MBA സെക്കൻഡ് ഇയർ സ്റ്റുഡന്റിന്റെ പ്രിയപ്പെട്ട മിസ്സാണ് ദിവ്യ മിസ്. 6 മാസമായി മിസ് ആ കോളേജിലേക്ക് വന്നിട്ട്. അന്നു മുതൽ കോളേജിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചറാണ് ദിവ്യ മിസ്. കുട്ടികളുടെ എന്താവശ്യത്തിനും മിസ് ഒപ്പം ഉണ്ടാവും. വളരെ സ്നേഹത്തോടു കൂടിയാണ് മിസ് പഠിപ്പിക്കുന്നത്. ഓരോ ഭാഗവും വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ മിസ് ശ്രമിക്കാറുണ്ട്. ഏത് സമയത്തും എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ മിസ് അവർക്കൊപ്പം ഉണ്ടാവും. മോളെ കനിയ, നാളെ മിസ് ഉണ്ടാവില്ല, കസിൻ്റെ മാരേജ് ആണ്. എൻ്റെ പീരിയഡ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ മിസ്. ദിവ്യ മിസ്സേ, ഇറങ്ങാറായോ? ഗംഗ മിസ് ചോദിച്ചു. ആ, ഇറങ്ങുക. നാളെ കസിൻ്റെ മാരേജ് അല്ലേ, അവൻ്റെ വീട്ടിൽ പോകണം. ആ, അക്കാര്യം ഞാൻ മറന്നു. എന്നാൽ ശരി മിസ്സേ. ഓക്കെ മിസ്. രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ദിവ്യാമേ. ദിവ്യയെ കണ്ടതും മാളൂട്ടി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഹലോ മാളൂട്ടി, എപ്പോൾ എത്തി? ആൾ കുഞ്ഞിനെ എടുത്തു. എപ്പോഴേ എത്തി? അതെയോ? ആൾ കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ വെച്ചു. അപ്പോഴേക്കും ഹരിയും കവിതയും ഇറങ്ങി വന്നു. ആ, മോളെത്തിയോ? ഹരി ചോദിച്ചു. ആ, എപ്പോൾ എത്തിയേട്ടാ? ഞങ്ങൾ ഉച്ചക്കെത്തി മോളെ. സുഖാണോ ആവേ നിനക്ക്? അതേട്ടാ. ചേച്ചി? ആൾ കുഞ്ഞിനെ താഴെ നിർത്തി കവിതയെ കെട്ടിപ്പിടിച്ചു. മോളെ, നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. അതെ, ചേച്ചിനെ വല്ലപ്പോഴും കാണുന്നുണ്ടാ ഞാൻ ശരിക്കും തടിച്ചു ചേച്ചി. അതേലും ഒരുപാട് തടിച്ചു. ഇനിയിപ്പോൾ വാതിൽ മാറ്റേണ്ടി വരും, അത്രയ്ക്ക് തടിച്ചു. ചേച്ചി, ഏട്ടാ ഇതേ കണ്ടോ? അവൾ ചിരിങ്ങിക്കൊണ്ട് ഹരിയുടെ അടുത്ത് പരാതി പറഞ്ഞു. ആ, പോട്ടെ മോളെ, സാരമില്ല. ഹരി അവളുടെ കവിളിൽ തലോടി. അയ്യണ, പെണ്ണിന്റെ കുറുമ്പുണ്ടില്ലേ? കോളേജ് ലെക്ചർ മോള് പോയി വല്ലതും കഴിക്ക്. ഓക്കെ ഏട്ടാ. മതി ചേച്ചി. ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന കവിതയെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഒന്നും കഴിക്കേണ്ട ഭാവി നീ. കവിത പറഞ്ഞു. ദേ ഇപ്പൊ തന്നെ കുറേ ആയി, ഇനി കഴിച്ചെന്റെ വയറ് കിട്ടും. ഓ പിന്നെ പൊട്ട്, നീ അങ്ങ് പൊട്ടട്ടെ. എന്താ ഇവിടെ ചേച്ചി അനിയത്തി കൂടെ ഒരു തർക്കം? ദേ കണ്ടില്ലേട്ടാ, ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഴിപ്പിക്കുകയും ചേച്ചി. അവൾ ഹരിയോട് പരാതി പറഞ്ഞു. ആ, അവൾക്ക് മതിയെങ്കിൽ പിന്നെ നീ എന്തിനാ കവി അവളെ നിർബന്ധിക്കുന്നേ? ഹരിയേട്ടാ അതൊക്കെ പറയാം, നമ്മളടുത്തില്ലെങ്കിലേ ഇവളൊന്നും കഴിക്കില്ല. അതൊക്കെ അവൾ കഴിച്ചോളൂ അല്ലേ മോളെ? അതേ നീ, മതി എനിക്ക്. ആൾ കിട്ടിയ തക്കത്തിന് എഴുന്നേറ്റ് പോയി. ഹരിയേട്ടനാ ഇവളിങ്ങനെ വഷളാക്കുന്നത്. കവിത പരിഭവം പറഞ്ഞു. അവള് കുട്ടിയല്ലേടി. അതെ കുട്ടിയാ, കെട്ടിക്കാറായി, ഇപ്പോഴും കുട്ടിയല്ലേ. എനിക്ക് അവളെന്നും കുട്ടിയാ, നമ്മുടെ മാളുവിനെ പോലെ. ഒരു പെങ്ങളില്ലാത്ത വിഷമം എനിക്ക് മാറിയെന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്ന് അവളെ കണ്ട ശേഷമാണ്. അതുകൊണ്ട് അവള് തന്നെയാ എനിക്ക് ആദ്യത്തെ കുഞ്ഞ്. ആയിക്കോട്ടെ. കവിതയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഒപ്പം അവളുടെ കണ്ണു നിറഞ്ഞു. തന്റെ വിവാഹം കഴിയുമ്പോൾ തന്റെ അനിയത്തി തനിച്ചാവുമോ എന്നൊരു ഭയം കവിതക്കുണ്ടായിരുന്നു. തനിക്ക് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുമോ, തന്റെ ഭർത്താവിന് അതിന് മനസ്സുണ്ടാവുമോ എന്നൊക്കെ ആശങ്കയായിരുന്നു. പക്ഷേ ഇന്ന് താൻ വളരെ ഹാപ്പിയാണ്. കാരണം തന്റെ ഹരിയേട്ടന് ജീവനാണ് അവളെ. തന്നേക്കാൾ കൂടുതൽ അവളുടെ കാര്യങ്ങൾ ഹരിയേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഈശ്വരനോട് നന്ദി പറഞ്ഞു ഇങ്ങനൊരു ഭർത്താവിനെ തനിക്ക് തന്നതിന്. ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. വേണ്ട ചേച്ചി, ഇപ്പൊ തന്നെ ലേറ്റായി. ആ, കഴിക്കുമോളെ, ഏട്ട കൊണ്ടാക്കാം, ഹരി പറഞ്ഞു. വന്നേ കഴിക്ക്. കവിത ബ്രേക്ക്ഫാസ്റ്റുമായി വന്നു. ദാ കഴിക്ക്. അവൾ ഓരോരുളയായി സാമ്പാറിൽ മുക്കിയ ഇഡ്ഡലി അവിടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മതി ചേച്ചി, ദാ ഇതുകൂടി. ഏട്ടാ പോവാം. ആ. കാറിൽ നിന്നിറങ്ങി അവൾ അവന് നേരെ കൈവീശി. ഓക്കെ മോളെ, വൈകിട്ട് ഏട്ടൻ വരാട്ടോ. ആ ഏട്ടാ. ഗുഡ് മോർണിംഗ് മിസ്, ഒരു സ്റ്റുഡന്റ് അവളോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പതിവ് പോലെ അവൾ നന്നായി ക്ലാസ് എടുത്തു. ആ ഇടക്കാണ് കോളേജിൽ പുതിയ സാറ് ചാർജ് എടുത്ത് വിവേക് കൃഷ്ണൻ. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലിപ്പൻ സാറായിരുന്നു വിവേക്. പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ തന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രത്യേക കഴിവ് വിവേകിനുണ്ടായിരുന്നു. ആ കോളേജിൽ ഒട്ടുമിക്ക പെൺപിള്ളേരുടെയും വായ്നോട്ടം വിവേക് സാറിലായി. അത്രയ്ക്ക് ഭംഗിയായിരുന്നു സാറിനെ കാണാൻ. പിള്ളേര് മാത്രമല്ല, ചില മിസ്സുമാരുടെയും സംസാര വിഷയം പോലും വിവേക് സാറായിരുന്നു. പക്ഷേ ദിവ്യ മിസ് കുട്ടികളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ഒരു ദിവസം ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുന്ന ദിവ്യയുടെ അടുത്തേക്ക് വിവേക് ചെന്നു. ആ, മിസ്സുകളുണ്ടായിരുന്നോ? ഒരു പുഞ്ചിരിയോടെ വിവേക് അവൾക്കരികിലിരുന്നു. ആ സർ, ഞാൻ ഈ പീരീഡ് ഫ്രീ ആണ്, അവർ ചായ കുടിച്ചേക്കാന്ന് കരുതി. പിന്നെ എങ്ങനെയുണ്ട് സാർ നമ്മുടെ സ്റ്റുഡൻസ്? അവരൊക്കെ പൊളിയല്ലേ. ഈട് വരുമ്പോൾ തലതെറിച്ച പിള്ളേരാവോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുമോ, പറഞ്ഞ അനുസരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇവിടെ ഒന്ന് ക്ലാസ് എടുത്താൽ മാറി. നമുക്ക് പറ്റിയ പിള്ളേരല്ലേ. എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. നമ്മുടെ പിള്ളേരൊക്കെ വേറെ ലെവലാ സാറേ. ശരിക്കും. ആ, മിസ്സിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ മറന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ചേച്ചിയായിട്ടും അവരുടെ കുഞ്ഞും. ഇതാണ് എൻ്റെ ലോകം സാർ. ചേച്ചിയുടെ കല്യാണം ക്ഷണിക്കാൻ പോയ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഞാനും ചേച്ചി ആകെ തകർന്നു പോയ ദിവസം.
ഞങ്ങൾ തനിച്ചായ ദിവസം. അന്ന് ഞങ്ങൾക്ക് ധൈര്യം തന്ന് ചേർത്ത് നിർത്തിയ ഏട്ടന്. അച്ഛനും അമ്മയും പോയ ശേഷം തനിച്ചായ ഞങ്ങളെ ഹരിയേട്ടൻ്റെ അച്ഛനും അമ്മയും സ്വന്തം മക്കളായി കണ്ട് ചേർത്ത് നിർത്തി. ഏട്ടൻ വിവാഹ ദിവസത്തിന് കാത്തിരിക്കാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് ചേച്ചിയെ താലികെട്ടി. കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു ഏട്ടനും വീട്ടുകാരും. പിന്നീട് ഏട്ടന് ജോലിക്ക് പോയതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. എന്നെ കൂടെ പോകാൻ നിർബന്ധിച്ചു. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകൾ വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. മാത്രമല്ല അപ്പോഴെനിക്ക് ബി.എഡിന് അഡ്മിഷൻ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിയെ കൂടെ നിർത്താമെന്ന് ഏട്ടൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. അവരുടെ ജീവിതത്തിലെ സന്തോഷം ഞാൻ കാരണം നഷ്ടപ്പെടാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ മനസ്സോടെ അവർ പോയി. ഞാൻ തനിച്ചാണെന്ന ദുഃഖം അവർക്കുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്നൊക്കെ അഡ്ജസ്റ്റായി. ഇപ്പം ലീവ് കിട്ടുമ്പോൾ ഏട്ടനും ചേച്ചിയും കുഞ്ഞും ഇവിടെ വരാറുണ്ട്. മോൾക്കിപ്പോൾ 3 വയസ്സായി. അല്ല, എൻ്റെ കഥകളൊക്കെ പറഞ്ഞ് സാറിനെ ബോറടിപ്പിച്ചല്ലേ? സാറിൻ്റെ ഫാമിലി? ഏയ് അങ്ങനെയൊന്നുമില്ല മിസ്. അതൊന്നുമില്ല മിസ്. എനിക്ക് 2 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയും പഠിപ്പിച്ചു. അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്നുകൊണ്ട് വാശിയോടെ പഠിച്ചു. എല്ലാ ക്ലാസ്സിലും 1ാമതായി. ജോലിക്ക് പോയി പണം സമ്പാദിച്ച് അമ്മയെ നന്നായി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടിയപ്പോഴേക്കും അമ്മ പോയി. ഇപ്പം ഞാൻ തനിച്ചായി. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ അല്ലേ മിസ്? അവനൊന്ന് ചിരിച്ചു. ഒപ്പം അവളും. അങ്ങനെ അവർ തമ്മിൽ എന്നും തുറന്നു പറയാവുന്ന നല്ല സുഹൃത്തുക്കളായി മാറി. അപ്പൊ കോളേജിൽ മോൾക്കൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയല്ലേ? അതെ ഏട്ടാ. സാറിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു പാവം തോന്നി. അതെ, എന്താ മോളെ വിവേകിനോടൊരു സഹതാപം? കവിത ഒരു ചിരിയോടെ ചോദിച്ചു. എന്ത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? ഏട്ടാ അതെ, ഈ സാധനത്തോട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ടോ? എന്താ കവി മിണ്ടാണ്ടിരുന്നേ? ഓ, ഞാൻ മിണ്ടുന്നില്ലേ? ഏണ്ണും പെങ്ങളും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ആളവിടുന്ന് എഴുന്നേറ്റ് പോയി. അല്ല മോളെ, കവി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഏട്ടാ. അവനൊന്ന് ചിരിച്ചു. അവളും. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ഹരിയും കവിതയും മോളെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. ഇതിപ്പോൾ ദിവ്യക്ക് പരിചിതമാണ്. ആദ്യമായി അവർ പോയപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ഒറ്റക്കായതുപോലെ. ആർക്കും അവളെ പിരിയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ സാഹചര്യം. ഇപ്പൊ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഇടക്കൊക്കെ വിവേക് അവളെ വിളിക്കും. അവൻ കുറച്ചു നേരം സംസാരിക്കും. അല്ല, ഇന്നെന്താ മിസ്സേ ഏട്ടൻ കൊണ്ടാക്കിയില്ലേ? ബസ് ഇറങ്ങി നടന്നു വരുന്ന ദിവ്യയെ നോക്കി വിനയ മിസ്സെ ചോദിച്ചു. അവരിന്നലെ തിരിച്ചുപോയി മിസ്. അതെയോ? ഹലോ മിസ്, ചേച്ചിയും ഫാമിലിയും പോയോ? കോളേജ് ഗേറ്റ് നടന്നപ്പോൾ വിവേക് സാറിന്റെ ബുള്ളറ്റ് അവൾക്കടുത്തെത്തി. സർ, അവരിന്നലെ പോയി. ശരി മിസ്, കാണാം. ഓക്കെ സർ. ഉച്ച ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് അസഹ്യമായ വയറുവേദന അനുഭവപ്പെട്ടത്. ഒപ്പം കാലുവേദനയും നടുവേദനയും. എല്ലാ മാസവും വിളിക്കാതെ വരുന്ന അതിഥി വന്ന് അവൾ അറിഞ്ഞു. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കും, ഞാനിപ്പോൾ വരാം. ഓക്കെ മിസ്. അവൾ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നു. ഞാനൊന്ന് ഇരുന്നോട്ടെ, എനിക്കൊരു അസ്വസ്ഥത. ഓക്കെ മിസ്. ഒരു കുട്ടി പറഞ്ഞു. മിസ്സേ, വെള്ളം വേണോ? വേണ്ട മോനെ. സാറില്ല, മിസ് ഇന്ന് ക്ലാസ് എടുക്കണ്ട, റെസ്റ്റ് എടുത്തോ. അതുവഴി അടുത്ത ക്ലാസ്സിലേക്ക് പോയി വിവേക് ഡെസ്കിൽ തലയാച്ചിരിക്കുന്ന ദിവ്യയെ കണ്ടു. എന്താ മിസ്, സുഖമല്ലേ? അകത്തേക്ക് വന്ന വിവേക് ചോദിച്ചു. ഓ, ചെറിയൊരു ബാക്ക് പെയിൻ, അത്രേ ഉള്ളൂ. സാറില്ല സാർ. ഹോസ്പിറ്റൽ പോണോ മിസ്സേ? വേണ്ട സാർ, സാറ് പോയിക്കോളൂ. വൈകി സ്റ്റാഫ് റൂമിലേക്ക് പോകത്തെന്താ? അതിൻ്റെ ആവശ്യമില്ല സാർ. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന നല്ല കുട്ടികളല്ലേ. എനിക്ക് ഇവിടെ ഒപ്പം ഇരിക്കുന്ന ഇഷ്ടം. ഇപ്പം തന്നെ എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെ പോലെ ഓരോന്ന് ചോദിച്ച് വേവലാതിപ്പെടുന്ന ഇവരെ വിട്ട് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാഫ് റൂമിൽ പോയിരിക്കുന്നത് എന്തിനാ? അല്ലേ മക്കളെ? പിന്നില്ലാതെ സാറ് പൊക്കോ, എന്തിനുണ്ട് ഞങ്ങൾ വിളിച്ചോളാം. ഓക്കെ ശരി എന്നാ. വിവേക് സാറ് പോയി. ലഞ്ച് ബ്രേക്കിന് ദിവ്യൊന്നും കഴിക്കാത്ത വിവേക് ശ്രദ്ധിച്ചു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് സ്റ്റുഡൻസ് ഒക്കെ പോയി. തിരക്കൊക്കെ കഴിഞ്ഞ് പോവാനായി ദിവ്യ പുറത്തേക്ക് ഇറങ്ങി. ഗ്രൗണ്ടിലെത്തിയപ്പോൾ കണ്ടു ബുള്ളറ്റ് മുകളിലിരിക്കുന്ന വിവേകിനെ. സാറ് പോയില്ലേ? ആൾ ചോദിച്ചു. മിസ്സിനെ കണ്ടിട്ട് പോകാന്ന് കരുതി. എന്താ ഇത് ലേറ്റായി? ഓ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി. എന്താ മിസ്, എന്തു പറ്റി? പീരീഡ്സ് ആണോ? സർ. എനിക്ക് തോന്നി. എന്തായാലും ഈ അവസ്ഥയിൽ ഇനിയിപ്പോ ബസ്സിൽ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അതെന്താ, മിസ്സിന് എന്നെ വിശ്വാസമല്ലേ? അയ്യോ അതല്ല സർ, ഞാൻ പൊക്കോളാം. സാറിന് ബുദ്ധിമുട്ടാവും. സാറ് പൊക്കോ. എൻ്റെ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. മിസ് കയറ്. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. വേണ്ട സർ. കയറ് മിസ്സേ. ആൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവളെയും കൊണ്ടേ സാറ് പോവുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മടിച്ച് അവനൊപ്പം ബുള്ളറ്റിൽ കയറി. ദിവ്യ പറഞ്ഞു കൊടുത്ത വഴിയെ ബുള്ളറ്റ് പാഞ്ഞു. ഒടുവിൽ ദിവ്യയുടെ വീടെത്തി. ഓക്കെ, എന്നാ പോകോട്ടെ. ഇതുവരെ വന്നിട്ട് വീട്ടിൽ കയറാൻ പോകാനോ? പറ്റില്ല. സാറ് വന്നേ. വാ സാറേ. ഓക്കെ. ഇരുവരും വീടിനകത്തേക്ക് കയറി. സാറിരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ടു, ആദ്യം താൻ പോയി ഫ്രഷ് ആവും. ചെല്ലടോ. ശരി. ആൾ റൂമിലേക്ക് പോയി. ആൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും വിവേക് ചായയുമായി കിച്ചണിൽ നിന്ന് വന്നു. സർ, ചായ ഉണ്ടാക്കിയോ? ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയായിരുന്നല്ലോ. ഓ, തനിക്ക് വയ്യാത്തല്ലേ, അതുകൊണ്ട് കിച്ചൺ കണ്ടുപിടിച്ച് ഞാൻ ചായ ഉണ്ടാക്കാന്ന് കരുതി. ചായ കുടിക്കുക. നല്ല ഇഞ്ചി ചായ, അല്പം ആശ്വാസം കിട്ടും. അവൾ ചായ വാങ്ങി കുടിച്ചു.
ചായ അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. വീട്ടിൽ ഞാൻ തനിച്ചല്ലേ, അപ്പോൾ വല്ലതും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പട്ടിണിയാവില്ല മിസ്സേ. സാറിൻ്റെ സമയം ഞാൻ കാരണം കളഞ്ഞു അല്ലേ? ഏയ്, വീട്ടിൽ പോയാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. എനിക്ക് സംസാരിക്കാൻ മരങ്ങളും ചെടികളും പക്ഷികളും പൂമ്പാറ്റൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയല്ലേ സാർ. തനിക്ക് കഴിക്കാനെന്താ? ഞാനെന്തെങ്കിലും ഉണ്ടാക്കണോ? വേണ്ട സാർ, ഇപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. ഒന്ന് കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വല്ലതും ഉണ്ടായിക്കോളാം. സാറ് പൊക്കോളൂ. ആ, എന്നാ റെസ്റ്റ് എടുത്തോ, ഞാൻ ഇറങ്ങുക. ശരി സാർ. ആ പോവാനായി തിരിഞ്ഞപ്പോഴാണ് പിന്നിലൊരു ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയ വിവേക് കണ്ടത് തറയിൽ വീണെടുക്കുന്ന ദിവ്യയാണ്. അയ്യോ മിസ്സേ, എന്തു പറ്റി? അവൻ പെട്ടെന്ന് അവളെ താങ്ങിയിട്ട് സോഫയിൽ കിടത്തി. എന്നിട്ട് വേഗം പോയി വെള്ളം എടുത്തു വന്ന് ആളുടെ മുഖത്ത് വിളിച്ചു. മിസ്സേ, എണീക്ക്. ആൾ കണ്ണുകൾ മേലെ തുറന്നു. എന്താണോ താൻ പേടിപ്പിച്ചു കളഞ്ഞല്ലോ? സർ, എനിക്കെന്തോ തലറങ്ങുന്ന പോലെ തോന്നി. എന്നിട്ടാണോ എന്നോട് പോകാൻ പറഞ്ഞേ? ഞാൻ പോയ ശേഷം ആയിരുന്നെങ്കിലോ ഞാനിവിടെ കടന്നേനെ, ബോധം വരുമ്പോൾ എണീറ്റേനെ. ആളൊരു ചിരിയോടെ പറഞ്ഞു. എന്ത് നിസ്സാരമായിട്ടോടോ താൻ പറഞ്ഞേ? പിന്നില്ലാതെ, ഞാൻ ഇവിടെ തനിച്ചല്ലേ, ആര് വരാനാ? ഞാനില്ലേ ഇവിടെ. എന്തെങ്കിലും വയ്യായി കൊണ്ട് എന്നോട് പറഞ്ഞൂടെ? എന്തിനാ സർ, വെറുതെ സാറിനെ കൂടി ബുദ്ധിമുട്ടിക്കാനായിട്ട്? ഓ, എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇവിടെ കൊണ്ടാക്കി. ഞാനും എൻ്റെ വീട്ടിൽ തനിച്ചല്ലേ. തനിക്ക് ചേച്ചി ഏട്ടനും മാളൂട്ടിയൊക്കെ ഇല്ലേ? അവർ മാറി നിൽക്കുന്നതെന്നല്ലേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ആരാ ഉള്ളേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതുകൊണ്ട് അവൾക്ക് സങ്കടം തോന്നി. സർ, ഞാൻ സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സർ. സാർ ഇരിക്കും, ഞാൻ കഴിക്കുന്നതിനും ഉണ്ടാക്കാം. വീട്ടിൽ പോയി സാർ ഉണ്ടാക്കണ്ട, ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ. വയ്യാത്ത താനാണോ എനിക്ക് കൂടി ഫുഡ് ഉണ്ടാക്കുന്നത്? ഓ, അതൊന്നും സാരല്ല സാർ, ഞാൻ ഒറ്റക്കാണിയൊന്നും ഉണ്ടാക്കില്ല. കഴിക്കാൻ തോന്നില്ല. സാറൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്തേ? സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, വയ്യാത്ത താൻ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഞാനുണ്ടായിക്കോളാം. താൻ എൻ്റെ അടുത്ത് നിന്നാൽ മാത്രം മതി. എന്തേ? അങ്ങനെയാണ് ഞാൻ സഹായിക്കാം. വേണ്ട, എന്നിട്ട് വേണം വീണ് തലയുറ്റി വീഴാൻ. ഇല്ല സർ, ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞില്ലേ. മേഡം മിണ്ടാതിരുന്നാൽ മതി, ഓക്കെ? അവൻ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ കിച്ചണിൽ സ്ലാബിന്റെ പുറത്തിരുന്നു. എത്ര പെട്ടെന്നല്ലേടോ നമ്മൾ ഫ്രണ്ട്സായി? പാചകത്തിനുള്ളിൽ വിവേകി ചോദിച്ചു. നമ്മൾ രണ്ടുപേരും തനിച്ചായതുകൊണ്ടാവും. ആ, അതിനെയാവും. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത്. അവൾ ഫോൺ എടുത്തു. ചേച്ചി, ആ മോളെ, സുഖാണേടി, നീ എന്ത് ചെയ്യുക? വല്ലതും കഴിച്ചോ? എന്താ നിന്റെ മുഖം വല്ലാണ്ട്? ചേച്ചി, ഞാൻ കിച്ചണിലാ, എൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ട്. ആരാ മോളെ? ഹരി ചോദിച്ചു. ആ ഏട്ടാ, ദേ വിവേക് സാറ്. ആൾ ഫോൺ തിരിച്ച് വിവേകിനെ അവർ കാണിച്ചു കൊടുത്തു. ആ, വിവേക് സാറോ? ആ ഏട്ടാ, ഇന്ന് കോളേജിൽ വെച്ച് പീരിയഡ്സ് ആയി, നല്ല പെയിനായിരുന്നു. ഇറങ്ങിയപ്പോൾ സാറ് കൊണ്ടാക്കി തന്നു. സാറിനെ ഇവിടെ ആക്കി പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലവെച്ചിട്ടുന്ന പോലെ തോന്നി. ഏട്ടാ, തലയുറ്റുന്ന പോലെ തോന്നിയില്ല, ഇയാൾ ശരിക്കും തലയുറ്റി വീണു. വിവേക് ഇടയിൽ കയറി പറഞ്ഞു. മോള് തലയുറ്റി വീണെന്നോ? കവിത പെട്ടെന്ന് ചോദിച്ചു. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പീരിയഡ്സ് ആകുമ്പോൾ ഇടയ്ക്ക് വരുന്നല്ലേ. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞ് ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ. കവിത വേവലാതിയോടെ പറഞ്ഞു. ചേച്ചി, എനിക്ക് പ്രശ്നമില്ലെന്നേ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ. മോളെ ശ്രദ്ധിക്കേണ്ടടോ, വിവേക് ഉണ്ടാവുന്നതുകൊണ്ട് ഇന്ന് അവനെ സഹായിച്ചു. ആരില്ലായിരുന്നെങ്കിൽ എന്തായാലേ? ഹരി പറഞ്ഞു. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വരുവേട്ടാ? ആ വരും, ഞാൻ കാത്തിരുന്നോ. കവിത പരിഭവപ്പെട്ടു. ചേച്ചി പിണങ്ങല്ലേ, ഞാൻ ബാക്കി പറയട്ടെ. ആ, എന്നിട്ട്? വിവേക് സാർ പേടിച്ചു എന്നെ താങ്ങിയെടുത്ത് സോഫയ്ക്ക് എടുത്തി. അതാ സാറിന് പോകാൻ ലേറ്റായി. എനിക്ക് മേലാത്തോണ്ട് സാറ് ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. സാറ് ഫുഡ് പ്രിപ്പറേഷനില്ല. വിവേക്, തനിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഇല്ല ഏട്ടാ, ഇയാളെ തനിച്ചാക്കി പോകാൻ തോന്നിയില്ല, അതാ. വിവേകിന്റെ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. അപ്പൊ ഇന്ന് ദിവ്യമോൾ കൂട്ടിന് അവിടെ നിൽക്കുവോ? ഞങ്ങൾ രാവിലെ തന്നെ എത്തിക്കോളാം. അവൾക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല. അത് വേണ്ട ഏട്ടാ, സാറിന് ഇനി ബുദ്ധിമുട്ടിക്കണ്ട. സാറ് പൊക്കോട്ടെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നോളാം ഏട്ടാ, വിവേക് പറഞ്ഞു. താങ്ക്സ് വിവേക്, ഇല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല, കവിത പറഞ്ഞു. പേടിക്കണ്ട ചേച്ചി, നിങ്ങൾ എത്തുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ വിവേക്, എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു. നാളെ കാണാം. ഗുഡ് നൈറ്റ്. സാറിന് ബുദ്ധിമുട്ടായി അല്ലേ? അതെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തേ? താൻ വന്ന് കഴിക്കാൻ നോക്ക്, ബാക്കി പിന്നെ സംസാരിക്കാം. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ, അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്തൊരു ടേസ്റ്റ്. താൻ എന്നെ കളിയാക്കിയതാണോ? അല്ല സർ, ഞാൻ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. അവള് റൂമിൽ പെട്ടി വിരിച്ചുകൊണ്ട് പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി സർ. വിവേക് റൂമിലേക്ക് പോയി. അവൾ അവളുടെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഹരിയും കവിതയും മാളൂട്ടിയും കൊണ്ട് എത്തി. ഹലോ വിവേക്. ഹരി അവന് കൈ കൊടുത്ത്. ആയേട്ടാ, സുഖാണോ വിവേക്? ആയേട്ടാ സുഖം, നിങ്ങൾക്കോ? ആ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഹായ് വിവേക്. ഹലോ ചേച്ചി. ഹലോ മാളൂട്ടി. ഹായ് അങ്കിൾ. മോളെ, നിനക്ക് എങ്ങനെയുണ്ട് പെയിന്? ഇപ്പം കുഴപ്പമില്ല ചേച്ചി. ആ ഏട്ടാ. മോളെ ചായ കുടിച്ചോ? ആ ഏട്ടാ കുടിച്ചു.
ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സാർ എഴുന്നേറ്റ് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ ഞങ്ങൾക്കുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ്? ഉണ്ടല്ലോ, നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുണ്ടാക്കി. എന്നാ നമുക്ക് കഴിക്കാം. എല്ലാവരും അകത്തേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. കവിത എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നൽകി. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ വിവേക്. അതെ, നന്നായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ദിവ്യ പറഞ്ഞു. അല്ല, വിവേകിന് ഇന്ന് തന്നെ പോണോ? അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? ഇതെന്റെ വീടല്ലല്ലോ, എപ്പോഴായാലും എനിക്ക് പോകണ്ടേ. അതിന് ഞങ്ങളാരും വിവേകിനോട് പോകാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അങ്ങനെയല്ലല്ലോ ചേച്ചി. അല്ല കവി, നമുക്ക് ഇവരെ പിടിച്ചാൽ കിട്ടിച്ചാലോ? അപ്പൊ വിവേകിനോട് നിൽക്കുകയും ചെയ്യാലോ. എന്തേ? ഹരി ചോദിച്ചു. വിവേക് ദിവ്യയും പരസ്പരം നോക്കി. ഹരിയും കവിതയും പരസ്പരം നോക്കി ചിരിച്ചു. എന്താ വിവേക്, ഞങ്ങൾ ഈ കാന്താരിയെ സഹായിക്കാൻ താൻ തയ്യാറാണോ? ഹരി വിവേകിനോട് ചോദിച്ചു. ഏട്ടാ, ദിവ്യ വിളിച്ചു. ഞാൻ തമാശ പറഞ്ഞല്ലേ മോളെ. ഞങ്ങൾക്ക് വിവേകിന് ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദിവ്യക്ക് വിവേകിനെ നോക്കാൻ എന്തോ ഒരു മടി തോന്നി. എന്നാൽ വിവേക് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് ഹരിയും കവിതയും കണ്ടു. അതിലൂടെ വിവേകിന്റെ മനസ്സിൽ ദിവ്യയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരോട് യാത്ര പറഞ്ഞ് വിവേക് പോയി. പക്ഷേ ദിവ്യക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. അത് ഹരിക്കും കവിതക്കും മനസ്സിലായി. അവർ ദിവ്യയോട് സംസാരിച്ചു. മോളെ, എന്താ ഒരു സങ്കടം? ഏയ് ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ല, അതില്ല. എന്താ, വിവേകിന് മിസ് ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ലേട്ടാ. മോളെ, ഏട്ടനോട് മോള് കള്ളം പറയില്ലെന്നാ എൻ്റെ വിശ്വാസം. ഏട്ടാ, എനിക്ക് മോളെ, നീ എനിക്ക് അനിയത്തി മാത്രമല്ല, എൻ്റെ മകൾ കൂടിയാ. എൻ്റെയും കവിതയുടെയും മൂത്ത മോളായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. നീ എന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഏട്ടാ, എനിക്കറിയില്ല എന്താന്ന്. സാറ് പോയപ്പോൾ എന്തൊരു മിസ്സിങ് ഫീല്. അതെന്താന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരാ മോളെ പ്രണയം, കവിത പറഞ്ഞു. ചേച്ചി, എന്താടി ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലേ അറിയേട്ടാ? ആ ആണെന്നാ എൻ്റെയും തോന്നല്. മോളുടെ മനസ്സിനോട് ചോദിക്കുക, ശരിക്കും ഈ മിസ്സിങ് ഫീല് പ്രണയത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണോ എന്ന്. പിറ്റേന്ന് കോളേജിൽ വെച്ച് വിവേകിനെ കണ്ടപ്പോൾ ആൾക്ക് പഴയ പോലെ അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതെ, ദിവ്യ മിസ്സേ, ഒന്നവിടെ നിന്നേ. അവനെ കണ്ടിട്ട് കാണാതെ പോകുന്ന ദിവ്യയെ നോക്കി വിവേക് പറഞ്ഞു. അവൾ അറിയാതെ നിന്നുപോയി. അവിടേക്ക് മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. എന്നാ മിസ്സേ, എന്റെ മുഖത്ത് പോലും നോക്കാത്തത്? എന്നോട് പിണക്കാണോ? അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾക്ക് ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. മിസ്സേ, അവന്റെ ശബ്ദം നേർമയായിരുന്നു. അവൾക്ക് തൊണ്ടവരലെന്ന പോലെ തോന്നി. എന്താ മിസ്സേ, വെള്ളം വേണോ? അവനൊരു കുറുമ്പോടെ പറഞ്ഞു. അവൾ അതേ ഒരു കുറുമ്പോടെ അവനെ തിരിഞ്ഞു നോക്കി. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളവനെ നോക്കി കണ്ണു തുറപ്പിച്ചു. എന്ത്? കുന്തം. അവൾ പോവാനായി തിരിഞ്ഞതും അവനവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. സാറ് വിട്ട്, ആരെയും കാണും. അതിനിവിടെ ആരില്ലല്ലോ മിസ്സേ. സർ പ്ലീസ്, ആരെങ്കിലും കണ്ട ഒന്ന് വിട്ടേ. വിടാം, പക്ഷേ ഇനി എന്നെ കാണുമ്പോ മിണ്ടാ നടക്കുവോ? ഇല്ല. ഉറപ്പാണേ? ആ, ഉറപ്പാ. ശരി, എന്നാ പൊക്കോ. അവനവളെ വിട്ടു. അവൾ വേഗം ക്ലാസ്സിലേക്ക് പോയി. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവർ കണ്ണുകളിലൂടെയും ഹൃദയങ്ങളിലൂടെയും നിശബ്ദമായി പ്രണയിച്ചു. അവർ കാരണം സ്റ്റുഡൻസ് വഴി തെറ്റരുതെന്ന് ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രണയ സംഭാഷണങ്ങൾ ഫോൺ വിളികളിൽ ഒതുങ്ങി. അങ്ങനെ അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഹരിയുടെ അച്ഛൻ അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ച് വിവേകിനെ ഏൽപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെയും ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങി അവർ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവർക്ക് ആശംസകളേകാൻ അവരുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഇതുവരെ അവരുടെ പ്രണയം കോളേജിൽ ആരും അറിയാത്തതിൽ എല്ലാവർക്കും അത്ഭുതം തോന്നി. അങ്ങനെ വിവേകിന്റെ ഒറ്റപ്പെടലിലേക്ക് അവന് കൂട്ടായി അവന്റെ സ്വന്തം ദിവ്യ മിസ് വലതുകാൽ വെച്ച് കയറി. അവരുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് വിവേകിന്റെ ബന്ധുക്കളിൽ നിന്ന് അവരെ ആരതി ഒഴിഞ്ഞ് അവൾക്ക് നിലവിളക്ക് നൽകി സ്വീകരിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ സ്നേഹം ഇരുവരുടെയും കണ്ണു നിറച്ചു. ഇരുവരും ചേർന്ന് അവർക്ക് മധുരം നൽകി. തങ്ങളുടെ സാറിനും മിസ്സിനുമായി അവർ ധാരാളം സർപ്രൈസുകൾ ഒരുക്കിയിരുന്നു. എല്ലാം കണ്ടവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. രാത്രിയോടെ നവദമ്പതികൾക്ക് ആശംസകളേകി എല്ലാവരും പിരിഞ്ഞു. ഞാനിന്ന് എത്ര സന്തോഷവാനാണെന്ന് അറിയാതെനിക്ക്. ഇന്നുവരെ ഞാനിവിടെ തനിച്ചായിരുന്നു ഈ വലിയ വീട്ടിൽ. ഉറങ്ങുന്ന ഉണരുന്നതും ഭക്ഷണം കഴിക്കുന്ന എല്ലാം ഒറ്റയ്ക്ക്. എന്നാൽ ഇന്നു മുതൽ താനുണ്ടല്ലോ എൻ്റെ കൂടെ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ചേച്ചിയേട്ടനും മോളും പോയി കഴിഞ്ഞാൽ ഞാനും ഒറ്റയ്ക്കല്ലേ സർ? ഇപ്പൊ തനിച്ചല്ലെന്ന സന്തോഷം എനിക്കുണ്ട്. താൻ എന്നെന്താ വിളിച്ച്? അത് ഇതുവരെ അങ്ങനെയല്ലേ വിളിച്ചത്, അതാ പെട്ടെന്ന് ആവില്ല അങ്ങനെ വന്നേ. എന്നാ ഇനി അങ്ങനെ വിളിക്കണ്ട, വിവേകെന്ന് വിളിച്ചോ? അത് എന്താ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? അതെന്ത്? ഉള്ളതൊക്കെ എവിടെ പോയി? അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി. ആൾ തിരിഞ്ഞടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്തിരുന്നു. വിവേക് വിട്ടേ. ഒന്നുകൂടെ വിളിച്ചേ. സാറെന്നില്ലെന്ന് വിവേകായപ്പോ കേൾക്കാൻ നല്ല സുഖം. അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. പ്ലീസ് ഒന്ന് വിളിക്കടോ.
വിവേക്. അവൾ തിരിഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അപ്പോഴേക്ക് അവന്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ ഇടുപ്പിലമർന്നിരുന്നു. ആളൊന്ന് ഉയർന്നു പൊങ്ങി. എന്തേ? അവന്റെ കൈകൾ അവളുടെ വയറിൽ കുസൃതി കാട്ടി. വിട്ടേ പ്ലീസ്. അങ്ങനെ വിടാനല്ലല്ലോ മോളെ ഞാൻ ഈ കഴുത്തിൽ താലിയാർത്തിയത്. എന്നും ഈ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാനല്ലേ. അവനവളുടെ മുഖം കൈകളിലെടുത്തു. അവളുടെ നെറുകിൽ അധരങ്ങൾ ചേർത്തു. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ചു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാട്ടി. വിവേക് എന്താ ഇത്? എന്തേ? എനിക്കുള്ളതല്ലേ? പിന്നെന്താ? ഞാൻ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലേ? എന്നാ ഞാൻ ഇനി തൊടുന്നില്ല. ആരാൾ വിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങി. വിവേക്. ആൾ എന്നെ കയ്യിൽ പിടിച്ചു നിർത്തി. വേണമെങ്കിലേ വിവേക്, ഈ മനസ്സും ശരീരവും എൻ്റെ വിവേകിന് മാത്രമുള്ളതല്ലേ? ആണോ? പിന്നല്ലാണ്ട്. എന്നാ ഞാൻ എടുത്തോട്ടെ. എന്ത്? ഈ മനസ്സും അപ്പൊ ഈ ശരീരവും. അവൾ സമ്മതമെന്നോണം കണ്ണുകൾ ചിമ്മി. അവനവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. അവളുടെ അധരങ്ങൾ വീണ്ടും കവർന്നു. ജീവിതത്തിൽ നിന്നോളം കിട്ടാത്ത സന്തോഷം അനുഭവിച്ച് ഇരുവരുടെയും മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉറക്കമുണെന്ന അവൾ തന്റെ മാറോട് ചേർന്ന് കിടന്ന സുഖമായിട്ട് ഉറങ്ങുന്ന തന്റെ പാതയെ പ്രണയത്തോടെ നോക്കി. അവൾ കുളിച്ചു വന്നപ്പോഴേക്കും അവനും പോയി കുളിച്ചു. അവനെത്തിയപ്പോഴേക്കും അവൾ ബ്രേക്ക്ഫാസ്റ്റും ചായയും ഉണ്ടാക്കി. രണ്ടുപേരും ആഹാരം കഴിച്ചു. അപ്പോഴേക്കും ഹരിയും കവിതയും മോളും വന്നു. പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് പാചകം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. രാത്രി വീണ്ടും തങ്ങളുടേത് മാത്രമായ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ഇരുവരും ചേക്കേറി. തന്റെ പ്രാണനായവളെ ചേർത്ത് പിടിച്ച് അവളിലേക്ക് തന്റെ പ്രണയം പകർന്നു നൽകുമ്പോൾ അവൻ അറിഞ്ഞു തന്റെ പെണ്ണിനും തന്നോടുള്ള പ്രണയം. അങ്ങനെ അവർ പരസ്പരം പ്രണയം പകർന്നു നൽകി ജീവന്റെ പാതിയായി അവരുടെ ജീവിതം ആസ്വദിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം വിവേക് പഠിപ്പിച്ച അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ നിന്ന് അവരുടെ മകനായ അദ്വിക് വിവേക് ക്ലാസ് എടുക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവ സവിശേഷതകൾ കിട്ടിയിരിക്കുന്ന മകനാണ് അദ്വിക്. ഓയ് സ്റ്റുഡൻസ്, ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചോളൂ. കുട്ടികളെല്ലാം ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വായിക്കാൻ തുടങ്ങി. വിവേകിനെയും ദിവ്യയും പോലെ കുട്ടികളെല്ലാം പ്രിയപ്പെട്ട സാറാണ് അദ്വിക്. എന്തായാലും അദ്വിക് സാറായത് കൊള്ളാം. കിരൺ സാറിനെ പോലുള്ളവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മളെ പേടിയോടുകൂടി ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നേനെ. അനഘ പറഞ്ഞു. അതെ, എന്തായാലും സാറായതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? അദ്വിക് സാറിന്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയെ ഇതേ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വൈഷ്ണവി പറഞ്ഞു. ശരിക്കും? അനഘ ചോദിച്ചു. അതേടി, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ അച്ഛൻ്റെ പേര് വിവേക് എന്നാ, അമ്മയുടെ പേര് ദിവ്യ. രണ്ടുപേരും ഈ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈടെ വെച്ച് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അമ്മയുൾപ്പെടെ ഇവിടെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് ഇഷ്ടമായിരുന്ന സാറിനെയും ദിവ്യ മിസ്സിനെയും. സ്റ്റുഡൻസിനൊപ്പം നിന്ന് അവരുടെ ചങ്ക് പോലെയാ സാറും മിസ്സും അന്ന് അവരെ പഠിപ്പിച്ച്. അതുകൊണ്ട് സാറിനെയും മിസ്സിൻ്റെയും കല്യാണം ഇവിടെ പഠിച്ച എല്ലാ സ്റ്റുഡൻസും അന്ന് ആഘോഷാക്കിയിരുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിവേക് സാർ നമ്മൾ പഠിപ്പിക്കുന്നത് സാറിനെയും മിസ്സിൻ്റെയും മകനെ അദ്വിക് സാർ. കൊള്ളാല്ലേ? പിന്നില്ലാതെ അടിപൊളിയല്ലേ? പിന്നെ ചരിത്രം ആവർത്തിക്കുന്ന തോന്നുന്നു. ഇപ്പൊ തന്നെ ശിവാനി മിസ്സിനോട് അദ്വിക് സാറിന് ചെറിയ ഡിങ്കോൾഫ് ഉണ്ടെന്ന് കോളേജിൽ പലർക്കും തോന്നിയിട്ടുണ്ട്. ഒപ്പം എനിക്കും. നിനക്കും തോന്നിയിട്ടില്ലേ? അനഘ ചോദിച്ചു. എനിക്കും അങ്ങനെ തോന്നലില്ലാതില്ല. എങ്കിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കും മോളെ. അന്ന് സാറിനെയും ദിവ്യ മിസ്സിൻ്റെയും കല്യാണം അവരുടെ സ്റ്റുഡൻസ് അടിച്ചു പൊളിച്ച പോലെ ഇന്ന് അദ്വിക് സാറിനെയും ശിവാനി മിസ്സിൻ്റെയും കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. എന്താ, പൊളിയല്ലേ? പിന്നെ അല്ലാതെ. ആദ്യമോ വന്നു തോന്നുന്നു. ഒമ്പരത്തേക്ക് ഇറങ്ങിയ വിവേക് ദിവ്യയോട് പറഞ്ഞു. വിവേക്, ഞാനിവിടെ പിന്നാമ്പുറത്തുണ്ട്. മോനൊന്ന് ചായ എടുത്തു കൊടുക്കാവോ? കൊടുക്കാം അച്ഛാ. മോനിന്ന് നേരത്തെയാണല്ലോ, ചായ കുടിക്കുക. താങ്ക്സ് അച്ഛാ. അവൻ വിവേകിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി. അമ്മയുടെ അച്ഛാ? അവളിപ്പോ വരും, പിന്നാമ്പുറത്തുണ്ട്. ഇന്നെന്താ നീ നേരത്തെയാണല്ലോ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. നീ പോയി കുളിച്ചിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. ദിവ്യ മിസ് ഒന്ന് അവിടെ നിന്നേ. പതിവില്ലാതെ ആദ്യം അങ്ങനെ വിളിക്കുന്ന കേട്ട് ദിവ്യ അവനെ നോക്കി. ഒപ്പം വിവേകും ദിവ്യയും പരസ്പരം നോക്കി. എന്താ രണ്ടുപേരും നോക്കുന്നേ? പണ്ട് കോളേജിലെ സ്റ്റാർ ആയിരുന്നല്ലേ രണ്ടുപേരും? മാതൃകാ കാമുകന്മാരായിരുന്നല്ലേ രണ്ടുപേരും? കല്യാണം ക്ഷണിച്ചപ്പോഴല്ലാതെ കോളേജിലാരും നിങ്ങളുടെ പ്രണയം അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിന്നോടാരാടാ പറഞ്ഞേ? വിവേക് ചോദിച്ചു. ആര് പറഞ്ഞെന്നോ? നിങ്ങളുടെ പല സ്റ്റുഡൻസിനെയും മക്കളിൽ നിന്ന് ആ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന കാര്യം എൻ്റെ പിതാശ്രീയും മാതാശ്രീയും അറിഞ്ഞില്ലല്ലേ? അവരുടെയൊക്കെ സംസാര വിഷയം ഇപ്പോൾ വിവേക് സാറും ദിവ്യ മിസ്സുവാ. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞ് 10-24 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങളിപ്പോഴും ന്യൂ കപ്പിൾസിനെ പോലെയാണല്ലോ. ഇപ്പോഴും കട്ട റൊമാൻസ്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ റൊമാൻസ് കണ്ടിട്ട് എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ എങ്ങനെയാണെങ്കിൽ നല്ല പ്രായത്തിൽ എങ്ങനെയായിരുന്നിരിക്കും? വിവേകും ദിവ്യയും പരസ്പരം നോക്കി ചിരിച്ചു. മോനെ, ഇവിടെ ഇരിക്കുക, പറഞ്ഞുതരാം. ദിവ്യ അവർക്കരികിലിരുന്നു. മോനെ, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കിടയിൽ ആ പഴയ പ്രണയമുള്ളത് ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രയും അടുപ്പുള്ളതുകൊണ്ടാ. എനിക്ക് ഇവൾക്ക് ഞാനുമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലടാ. ഞങ്ങളിൽ ഒരാളുടെ ശ്വാസം നിലച്ച
ആ നിമിഷം തന്നെ മറ്റേയാൾ മരിക്കും. ഏയ് എന്തിനാ അച്ഛാ ഇപ്പം മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇത്രയും സ്നേഹത്തോടെ എൻ്റെ ഒപ്പം ഉണ്ടാവണം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് എല്ലാവരും അസൂയപ്പെടണം. നിങ്ങൾ എൻ്റെ മാതാപിതാക്കളായി കിട്ടിയ എൻ്റെ പുണ്യ അച്ഛ. അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. അവരവൻ്റെ തലയിൽ തലോടി. അപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ പഴയകാല ഓർമ്മകൾ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. അല്ല സർ, എനിക്കിപ്പോൾ ഒരു സംശയം. വീണ്ടും ചരിത്രം ആവർത്തിക്കുമെന്ന്. അതെന്താ മോനെ? അതോ വീണ്ടും വിവേകും ദിവ്യയും പുനർജനിക്കുന്നുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട്. ആഹാ, ആരടാ ആള്? അതെൻ്റെ അമ്മക്കുട്ടിയെ പോലെ ഒരു സ്വീറ്റ് മിസ്സാ. പേര് ശിവാനി. മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. മിസ്സിന്റെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്തായാലും ആ മോളെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ നീ അവിടെ മനസ്സറി. എന്നിട്ട് നമുക്ക് ആ കുട്ടീനെ വീട്ടിൽ ചെന്ന് പെണ്ണി ചോദിക്കാം. എന്തേ? ആച്ചാ, എന്തായാലും ഉടനെ തന്നെ ഞാൻ അവിടെ മനസ്സറി. എന്നിട്ട് നമ്മുടെ ഈ കൊച്ചു സ്വർഗത്തിലേക്ക് അവളെയും നമുക്ക് കൂട്ടാം. എന്താമ്മേ? പിന്നില്ലാതെ മോവരും പുഞ്ചിരിച്ചു. പിന്നെ ശിവാനിയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് ആദ്യം തങ്ങളുടെ കോളേജിലെ പഴയ ഓർമ്മകളിലേക്ക് വിവേകും ദിവ്യയും പോയി. രാത്രി മുറിയിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന വിവേകിനെ കണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. അല്ല, എന്താ വിവേക്, ഇന്ന് ഭയങ്കര ശരിയാണല്ലോ. എന്താ കാര്യം? കാര്യം എന്താണോ, ഞാൻ നമ്മുടെ ആ പഴയ കാലത്തേക്കൊന്ന് പോയതാ. എന്താ ഒരു മൂളല്? ഏയ് ഒന്നുമില്ല. അതെന്താടി ഒന്നുമില്ലാത്തേ? ആനാള് വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. ഏയ് വിവേക്, എന്താ ഇത്? എന്നെ വിട്ടേ. അങ്ങനെ വിടാനല്ലോ മോളെ ഞാൻ പിടിച്ചത്. വിവേക്, എന്താ പെണ്ണേ? ദേ മോന് കെട്ടിക്കാൻ പ്രായമായിട്ടോ? അതിന് ഞാനെന്ത് വേണം? മക്കള് വലുതായെന്ന് കരുതി നമ്മുടെ പ്രണയം മനസ്സിലൊതുക്കാൻ പറ്റുമോ? അയ്യടാ, വയസ്സാകാലത്തെ പ്രണയം. പ്രണയത്തിന് അങ്ങനെ പ്രായക്കൊണ്ടോടി. നമ്മൾ എത്ര വയസ്സായാലും ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ദേ ഇങ്ങനെ. അവൻ അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു. ഏയ് വിവേക്, വിട്ടേ. ഇല്ല, എനിക്ക് വേണം പെണ്ണെ നിന്നെ. എത്ര പ്രായമായാലും നിന്നിലെ പെണ്ണിനോട് എനിക്ക് വല്ലാത്ത കൊതിയാ. അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ആളവനെ നെഞ്ചിൽ ഉമ്മ വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ മാറോട് ചേർന്ന് കിടന്നു. അവനവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ഇരുവരും മനോഹര സ്വപ്നങ്ങൾ കണ്ട് നിദ്രയെ പുൽകി.